അത് ഐപ്പിന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ ഡാൻസ് ചെയ്യാൻ പാടില്ലെന്ന് ഇവർ അറിഞ്ഞൂടെ? കുടിച്ചിട്ട് വല്ല ബോധം വേണ്ടേ? ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്ന് പിടിച്ചാ നീ ഇതെങ്ങടാ? ഇതൊക്കെ പെരുന്നാളിൽ നടക്കുന്ന കലാപരിപാടികളാ. അങ്ങോട്ട് നടന്നേ. ആ നടക്ക. ഞങ്ങളുടെ അവിടെ കൊച്ചിയിലെ വടിവാള് കൊണ്ടുള്ള വെട്ടാപ്പ ഫാഷൻ. ചെല്ലിയല്ലേ? ഓ പറഞ്ഞോ, നിന്റെ കൂട്ടുകാരൻ ജോസ് അവിടെ തല്ലു വാങ്ങുന്നുണ്ട്. വിളിച്ചോണ്ട് പോടാ. തല്ലി തീട്ടാക്കിടാ. ജോസേ പോടാ. നിന്റെ പള്ളൊക്കെ കത്തിയിട്ട് ഞാൻ വാടാ വാ നടക്ക് ഓടാ വാ. ഈ തെണ്ടില് ഞാൻ അവൻ പോയതല്ലടാ, പിന്നെന്തിനാ ചവിട്ടിയെ? അവൻ പോയതല്ലടാ, പിന്നെന്തിനാടാ ചവിട്ടിയെ? പോലീസ് വിളിക്ക്. പോലീസാ? എന്നിട്ട് പോലീസ് തന്തയ്ക്ക് വരുന്ന പുറത്തേക്ക് ഇറങ്ങി വാടാ. ജോസേ അങ്ങനെ പറയല്ലടാ, നമ്മുടെ ഇപ്പൊ എന്നല്ലേ മോശം. പിന്നെ എന്നിട്ട് പറയാ, എന്തേലും പറയണ്ടേ? നോക്കി വെച്ചോട്ടാ, അടുത്ത പെരുന്നാളിനെ കാണാട്ടാ. നീ നടക്കണ പോലീസേ. നീ വന്നേ. പറഞ്ഞോ, ഒരെണ്ണം അടിച്ചിട്ട് പോടാ. കണ്ടാ, അതാണ് നമ്മുടെ അയപ്പെട്ടത്. അയപ്പേട്ടാ, നമ്മുടെ തമ്മിൽ ദേഷ്യമില്ല കേട്ടോ. പോട്ടെ. ആകാശം ഇടിഞ്ഞു വീഴാൻ പോകാന്ന് പറഞ്ഞാലും പൊറിഞ്ചൂനെ ജോസ് കഴിഞ്ഞിട്ടുള്ള ഈ ലോകത്ത് ആരും. അപ്പൊ അതാണല്ലേ ആ ശവപ്പെട്ടികൾ കൊണ്ടെടുത്തത്. അപ്പൊ ഈ പെരുന്നാളിന് എന്തായാലും ഒരു അങ്കാണ് നടക്കാൻ പോണേ. ഐപ്പിന് സ്വന്തം മക്കളെക്കാളും ഇഷ്ടായിരുന്നു അത്രേ പൊറിഞ്ചുനെ. പൊറിഞ്ചു ചെയ്തത് തെണ്ടിത്തരാ. ഐപ്പിന് നല്ല വിഷമായിട്ടുണ്ടാവും. പൊറിഞ്ചുനോട് എന്ത് ഇഷ്ടായിരുന്നു അയാൾക്ക്. നീക്ക് ആശര ഭാഗത്തല്ലേ നിക്കാറുള്ളൂ, പിന്നെ കൂട്ടുകാരെ നല്ലോണം പുറത്ത് നോക്കിക്കണ. ആ പ്രിൻസ് ആണോ ഒക്കെ ഇതിനും കാരണം. ഇനി തൃശ്ശൂരാൻ കാലൂത്തില്ലട്ടാ, അമ്മാതിരി ഇടിയല്ലേ കിട്ടിയത്. അവൻ വരും, നിങ്ങൾ നോക്കിക്കോ. ഇല്ല, അവൻ വരില്ലടാ ഈ പെരുന്നാളിന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോര തിളക്കുന്ന പ്രായല്ലേ. അത്രയ്ക്ക് ആശ്വാസം.
അതെ ഈ ശവപ്പെട്ടി കൊടുത്തുവിട്ട വാർത്തയാണ് ഇപ്പൊ നാട്ടില് സംസാര വിഷയട്ടാ. ഈ സ്റ്റീഫനും റാഫേലും എന്തുകൊണ്ടിനുള്ള പ്ലാനാണാവോ? നീ അവരോട് പോയി ചോദിക്കടാ. എന്റെ അയ്പേട്ട ഉറക്കല്ല മനുഷ്യന്. പണ്ടാറടങ്ങിട്ട് എങ്ങനെയെങ്കിലും ഈ പെരുന്നാളൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്റെ മാതാവേ. അടുത്ത് വിപ്ലവം ആസന്നമായിരിക്കുന്നു. മൂലധന ശക്തികൾ തക്കം പാർക്കുകയാണ്. അവർക്ക് നമ്മുടെ ബോൾഷേവി പൈലല്ലത്. അതെ, കുറെ നാളായിട്ട് കാണാറില്ലല്ലോ. അമേരിക്കൻ ചാരന്മാര് കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടേ എവിടെ ഇങ്ങോട്ട് പോയിട്ട് ഒളിച്ചിരിക്കായിരുന്നു. സാമ്രാജ്യത്തിലേക്ക് ബോൾഷെവിക്കുകൾ എന്ന പോലെ ഐപ്പിന്റെ ബംഗ്ലാവിലേക്ക് സഖാവ് പറഞ്ഞു സഖാവ് ജോസും ഇരച്ചു കയറിയത് അവർ മറക്കാനിടയില്ല. എന്താ ചെയ്യാ, നല്ലൊരുത്തനായിരുന്നു. ആവശ്യമില്ലാത്തൊരു പുസ്തകങ്ങൾ വായിച്ച് ഇങ്ങനെയായി. കഷ്ടം. ജോൺസൺ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു പെട്ടി കിട്ടിട്ടാ. പറഞ്ഞു എങ്ങനെയുണ്ടാ കച്ചവടമൊക്കെ? ഓ, പെരുന്നാളിലെ പോത്തിനൊക്കെ വാങ്ങിയടാ. ഒരു ഉഗ്രം മുതൽ വരണണ്ടായിപ്പേട്ടാ. എത്ര കിലോ ഉണ്ട്? 700. ഓ മാതാപിത എന്തുട്ട് താനില്ല. ആനാണ്ട ഞാൻ എഴുന്നള്ളിച്ച് വരുമ്പോ നീ കണ്ട കഴിക്കടാ. അവൻ വീട്ടിൽ നിന്നുള്ള മാത്രമേ കഴിക്കുള്ളൂടാ. തറവാടിത്തം. പോടാ പറഞ്ഞോ, ഇവനും നടത്തിക്കാൻ ഇറങ്ങിയതാ. വാടാ, നീ കഴിച്ചോ. പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ? ഞാനിവിടെ ചാക്കിന്ന് വീടിനൊക്കെ പറക്കി കൊണ്ടുപോയി. ഇല്ലടാ, പെട്ടി എടുക്കാറായിട്ടില്ല. ആവുമ്പോ പറയട്ടാ. അതല്ല ഇപ്പേട്ടാ, നേരത്തെ എടുത്ത് 2 ഇവിടെ നിൽക്കാന്നില്ലേ? എന്റെ പിള്ളേരും കഞ്ഞി കുടിച്ചു പോകണ്ടേ? ഇവനുള്ള പെട്ടി ആരാ ഉണ്ടാക്കുക? എന്തുണ്ടോ നീ കെട്ടഞ്ഞപ്പോ പെണ്ണിനെ കൊണ്ട് ഇറങ്ങി ഓടിയാ? ഇറങ്ങി ഓടി തന്നെയാ പൊറിച്ചേട്ടാ. കെട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഇവിടെ അപ്പനും ആൾക്കാരും ഒക്കെ വന്ന് അവിടെ ആകെ അലമ്പായി. ഇതിപ്പോ ഇവളെയും കൊണ്ടേ പോളൂന്ന് അവര് പറയണ എന്റെ ചേട്ടാ. ഞാൻ പോവില്ല, എനിക്ക് എന്റെ ആലോചിച്ചിട്ട് മതി. ആ, അപ്പൊ എന്തൊരു കുഴപ്പം? നിങ്ങളോട് ചെല്ല്. ഈ പെൺകുട്ടി ഏതാന്ന് മനസ്സിലായി? ഇല്ല. പടിഞ്ഞാറ കോട്ടയമലത്തെ മോയലും ദേവസിയുടെ മോളാ. ഈ ചേക്ക അതിനെ അടിച്ചോണ്ട് പോകുന്നല്ലേ? പിന്നെ കുഴപ്പമില്ലട്ടാ, ചെക്കൻ ലോട്ടറിയാണ്. നമ്മുടെ ഇരുമ്പനച്ഛനെ അവര് പള്ളിക്കകത്ത് പൂട്ടി വെച്ചിരിക്കാ പൊറിച്ചേട്ടാ. ഞങ്ങള് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാ വരണേ. ആ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. SI ഓർമ്മ വന്ന് അച്ഛൻ ഇറങ്ങിക്കോളും. നിങ്ങൾ ചെല്ല്. പൊറിഞ്ചേട്ടൊന്ന് വാ പൊറിഞ്ചേട്ടാ. അപ്പൊ ഇവർക്കുള്ള ഇറച്ചി ആരും നിന്റെ അപ്പം കൊടുക്കുവോ? ഇറച്ചിയേക്കാൾ വരുന്നില്ലേ പൊറിച്ചേട്ടാ കല്യാണം? കല്യാണം ഇറച്ചിക്ക് വേണ്ടി തന്നെയല്ലടാ. എടാ നാറി, ഇമാതിരി തമാശ പറഞ്ഞ് ഇവിടെ കയറ്റിയിട്ട് ഇറക്കാം ഞാൻ. പോടാ പോടാ. ഒരു ജില്ല മൊത്തം തിന്നാനുള്ള ഇറച്ചിയുണ്ടല്ലോ അവന്റെ മേത്ത്. പൊറിഞ്ചേട്ടാ, നീ ചെല്ലടാ. എൻ്റെ വാ ചേട്ടാ, നമുക്ക് പോവാം. അവിടെ ഇപ്പൊ പോലീസ് എത്തിയിട്ടുണ്ടാവും. മോയലും ദേവസേന വീട്ടിൽ കയറിട്ട് അവന്റെ ഒക്കെ കളി. ഒറ്റണത്തിന് പള്ളിക്കകത്ത് കെട്ടെടുത്തിട്ടാ. ഏതാ ചോദിച്ചത്? സംഭവം നടപടിയാവും. കളി നടക്കല് സാറേ. സാറേ അവരെ അറസ്റ്റ് ചെയ്യും സാറേ. എന്തിനാ? അല്ല സാറേ, കെട്ട് കഴിഞ്ഞാലും ലോൺ കിട്ടുള്ളൂ, അതുകൊണ്ടാ. പോടാ പോടാ. സാറേ നമസ്കാരം. എന്താ ദേവസ്യേട്ടാ പള്ളിമുറ്റത്തൊരു ഗുണ്ടായിസം? സാറൊന്നും ഇങ്ങോട്ട് നോക്കിയേ. പോലീസ് വന്നിന്റെ. അവൾ എന്റെ മോളാ. ഇപ്പൊ അവൾക്ക് തെണ്ടുകളോട് ഇഷ്ടം. ഞങ്ങളൊന്നും വേണ്ട. സാറേ, ഇരുമ്പനച്ഛനെ പള്ളിക്കകത്ത് ഇവരെ തടഞ്ഞു വെച്ചിരിക്കുക. ആ വാതിലൊന്ന് തുറക്കാൻ പറയും സാറേ. ഞാൻ അയാളോട് മര്യാദക്ക് പറഞ്ഞതാ. അപ്പൊ അയാൾ കർത്താവിനേക്കാൾ വലിയ പുണ്യാളൻ. ഒന്ന് കുമ്പസാരിക്കണം തോന്നുന്നുണ്ടോ? ഞങ്ങൾക്കതിന് ഞങ്ങളുടെ പള്ളിയും ഞങ്ങളുടെ അച്ഛനൊക്കെ ഉണ്ട് അവിടെ. ഇടവക ഏതായാലും പാപം പാപം തന്നെയാ. ആയിക്കോട്ടെ. നിന്നെ ഇവൻ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നല്ലേ മോളെ? അല്ല, എനിക്കിഷ്ടം ആൻഡോ ചേട്ടനെ. ഒരു കീറു ചെന്നോടല്ലോ. നിന്നൊക്കെ പഠിപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റും. എന്നെ പറഞ്ഞാൽ മതി. മകനെ, നിനക്ക് ദൈവഭയല്ലേ? ഇല്ല അച്ചോ.
മാലാഖമാർ നിനക്ക് വെളിച്ചം കാണിക്കട്ടെ. ഓ റേഷനരിയിലെ കല്ല് പറക്കി പറക്കി നീ തോക്കൂട്ട മോളെ. മര്യാദയ്ക്ക് അപ്പനോട് പൊക്കോ. സാറേ ഒരുമാതിരി മറ്റേ ഇടപാട് കാണിക്കരുതിട്ടാ. മിണ്ടരുത് നീ, ഇടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എന്ത് തെറ്റാ അവരിപ്പോ കൊണ്ടുപോയാ എനിക്ക് അവളെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല സാറേ. അതിമോഹം അല്ലേടാ ഇത്. നിനക്ക് നിന്റെ കൂട്ടത്തിൽ നിന്നെ ഒരുത്തിയെ കെട്ടിയ പോരേടാ. വേണ്ടടാ, നിനക്കൊന്നും കാര്യമില്ലടാ. ദേവസ്യ, നിന്നോട് ഞാൻ എന്തോരം പ്രാവശ്യം പറഞ്ഞിട്ടാ പിള്ളേരെ കരയിക്കരുന്ന്. എടാ, പരസ്പരം സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ മക്കളാണ്, അവരെ അകറ്റാൻ ശ്രമിക്കരുത്. എന്തുണ്ടായി നാണം കെട്ട പരിപാടി? ഞങ്ങൾ അറിഞ്ഞില്ല പറഞ്ഞേട്ടാ. പറഞ്ഞില്ലേ? വിട്ടോ പറഞ്ഞു താൻ മിണ്ടരുത്. കുടുംബം കയറിയാന്നല്ലോ തന്നെ. ആരാടോ പോലീസിലെടുത്ത്? കാശുള്ളവന്റെ കാല് നക്കി കൊടുക്കണതല്ലോ പോലീസ് പണി. കാണാം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അച്ഛന്മാര്. ഫിലിമിൽ കയറാം. ഒടുക്ക തൊലിഞ്ഞിട്ട് അപ്പാന്ന് വിളിച്ചിട്ട് വാടേ. ഞാൻ വരില്ല അപ്പ. ആ കാണാം. സാറേ എന്നാ തല്ലേനുള്ള രാത്രി താങ്ക് യുടാ പൊറിഞ്ചു, നീ ചെയ്തൊരു പുണ്യപ്രവൃത്തിയാ. പൊണ്ണൊന്നും വേണ്ടച്ചോ. എനിക്ക് മനസ്സിലാവും ഇറ്റങ്ങളുടെ സങ്കടം. സ്നേഹം ഉണ്ടല്ലോ, സ്നേഹം, അത് കിട്ടാണ്ടായ നമ്മളല്ലാതാവും. പിന്നെ ഒരു പോക്ക.